വസ്സമായി വത്താരിക്ക്, ആകാശത്തെ കൊണ്ടും താരിഖിനെ കൊണ്ടും സത്യം. വമാ അദ്റാക താരിഖ്, എന്താണ് താരിഖ് എന്ന് നിനക്കെന്തറിയാം? അൻ നജ്മു സാക്കിബ്, തുളച്ചു കയറുന്ന നക്ഷത്രമത്രേ അത്. അപ്പോൾ തുളച്ചു കയറുന്ന നക്ഷത്രത്തെയും ആ നക്ഷത്രം പറ്റിച്ച് വെച്ചിട്ടുള്ള ആകാശത്തെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. ഈ പറയുന്ന കാര്യം എന്താണെന്ന് അടുത്ത വാക്യത്തിൽ, ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിള്, ഓരോ മനുഷ്യനും അവൻ്റെ മേൽ ഒരു സൂക്ഷിപ്പുകാരൻ, ഒരു പാറാവുകാരൻ ഇല്ലാത്തതായിട്ടില്ല. ഇത്രയാണ് ആദ്യത്തെ 4 വാക്യങ്ങൾ. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞത് എന്ന് നോക്കാം. ആകാശത്തെ കൊണ്ടും താരിഖിനെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ താരിഖ് എന്ന് വിശദീകരിക്കുന്ന വാക്യങ്ങളാണ് പിന്നെ വരുന്നത്. താരിഖിന് കൊടുത്തിട്ടുള്ള വിശദീകരണം അൻ നജ്മു സാക്കിബ് എന്നാണ്, തുളച്ച് കയറി വരുന്ന നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ഈ 2 സാക്ഷ്യം പറച്ചിലും പറഞ്ഞതിന് ശേഷം പറയുന്നത് ഓരോ മനുഷ്യൻ്റെ മേലും ഓരോ പാറാവുകാരനുണ്ട് എന്ന്. ഇവിടെ പാറാവുകാരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകവചനം. പക്ഷേ 2 തോളിലും 2 മലക്കുകളുണ്ട് എന്നാണ് കഥയിൽ പറയുന്നത്. അതിൽ നന്മ എഴുതുന്ന ഒരു മലക്കിനെ മാത്രമാണ് ഇവിടെ പാറാവുകാരനായിട്ട് കണക്കാക്കിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. എന്തായാലും മലക്കുകളെയാണ് പാറാവുകാരാക്കി നിയമിച്ചിട്ടുള്ളത് എന്നാണ് ഒരഭിപ്രായം. എന്നാൽ അള്ളാഹു നേരിട്ട് തന്നെയാണ് പാറാവുകാരൻ എന്നാണ് മറ്റൊരഭിപ്രായം. ഇനിയിപ്പോൾ അടുത്ത കാലത്ത് അത് CCTV ആയി മാറിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം വ്യാഖ്യാനങ്ങൾ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ഇന്നിപ്പം മിക്കവാറും എല്ലാവരുടെയും മേലുള്ള പാറാവുകാരനായിട്ട് മുകളിൽ ഒരാൾ നോക്കിയിരിപ്പുണ്ടെങ്കിൽ അത് CCTV മാത്രമാണ്. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, എറണാകുളത്ത് ഒരു 3-4 അമ്പലത്തിൽ പൂജാരിയായിരുന്ന ഒരാൾ അമ്പലത്തിലെ ദൈവങ്ങളുടെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അത് പണയം വെച്ച് കാശുണ്ടാക്കി പകരം മുക്കുപണ്ടം കൊണ്ടുവന്ന് ദൈവങ്ങൾക്ക് അണിയിച്ചു കൊടുത്തു എന്ന് പറയും. പക്ഷേ പിടിക്കപ്പെട്ടത് മിക്കവാറും ഈ CCTVകളുടെ സഹായത്തോടു കൂടിയാണ്. ഇപ്പോൾ ദൈവങ്ങൾക്കും CCTV കാവൽ നിൽക്കുന്ന ഒരു കാലമാണ് ഇത് എന്നതുകൊണ്ട് ഓരോരുത്തർക്കും പാറാവുകാരനുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. നമ്മളുണ്ടാക്കിയ CCTV ഇന്ന് ദൈവങ്ങൾക്ക് പോലും പാറാവുകാരനായിട്ട് ഇരിപ്പുണ്ട്. ഏതായാലും മലക്കാണോ അള്ളാഹു ആണോ CCTV ആണോ എന്താണോ എന്നറിയില്ല, ഓരോരുത്തർക്കും പാറാവുകാരുണ്ട് എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആകാശത്തെയും തുളച്ച് വരുന്ന നക്ഷത്രത്തെയും പിടിച്ച് സത്യം ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഈ തുളച്ച് വരുന്ന നക്ഷത്രം? അതിന് 900 വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിൽ കാണാം.